2024 JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ ഏറ്റുവാങ്ങി. ദൃശ്യമാധ്യമ രംഗത്തെ പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് സമ്മാനിച്ചു. കഴക്കൂട്ടൻ MLA കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ പേരിലുള്ള പുരസ്കാരം സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ സിനിമാ രംഗത്തെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഏറ്റുവാങ്ങി. JC ഡാനിയലിന്റെ 124ാമത് ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് തൈക്കാട് ഭാരത് ഭവനിൽ നടന്ന ചടങ്ങ് കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നെയ്യാറ്റിൻകര മേയർ TK രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് TV ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന് സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഗോകുലം ഗോപാലൻ. ഒരു അവാർഡ് എനിക്ക് നിങ്ങൾ തന്നതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കലാകാരനാണെങ്കിലും പക്ഷേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്, ഉത്തരവാദിത്തമാണ്, ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഞാൻ കാണുകയാണ്. ദൃശ്യമാധ്യമ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് മാധ്യമ പുരസ്കാരം നൽകി ആദരിച്ചു. JC ഡാനിയൽ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് വളരെ വിലപ്പെട്ടതാണ്. അത് മലയാള സിനിമയെയും ടെലിവിഷനെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മലയാള സിനിമയുടെ പിതാവായ ഡാനിയൽ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത്രമേൽ വിലപ്പെട്ടതാണ്. ജീവകാരുണ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ മാനേജിംഗ് ട്രസ്റ്റ് പുനലൂർ സോമരാജന് നൽകി. സിനിമാ മേഖലയിൽ നിന്നും ശ്രീലത നമ്പൂതിരി, ദിനേശ് പണിക്കർ, MR ഗോപകുമാർ, അപർണ രാജീവ്, ജയരാജ് ഹരിശ്രീ, ജയൻ തൊടുപുഴ, സംഗീത സംവിധായകൻ സ്റ്റിൽജു അർജുൻ, ക്യാമറാമാൻ ജോബി മാത്യു, എഴുത്തുകാരൻ നന്ദകുമാർ തുടങ്ങിയവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 24 തിരുവനന്തപുരം.